അങ്ങനെ അവളുടെ സഹനത്തിൻ്റെ ആ ഫലമാണ് എൻ്റെ മൂക്ക് കുത്തി. അപ്പോഴത്തേനും എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു, മൂക്കിങ്ങനെ വീർത്തിരിക്കാൻ തുടങ്ങി. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് മൂക്ക് കുത്തിയത്, അതിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കുഞ്ഞു സ്റ്റോറി ഉണ്ട്. അത് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഞാൻ അങ്ങനെ മൂക്ക് കുത്താനായിട്ട് ഇഷ്ടമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. എനിക്കങ്ങനെ കുത്തുന്നവരോടും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മാമ്മയ്ക്കും അച്ചാമ്മയ്ക്കും ഒക്കെ മൂക്ക് കുത്തിയുണ്ട്, അമ്മയൊന്നും കുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പൊതുവെ എനിക്ക് അങ്ങനെ മൂക്കൊന്നും കുത്താൻ വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉള്ള ഒരാളായിരുന്നില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുത്തുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാ നീ ഇങ്ങനെ കുത്തുന്നത്, നീ എന്തിനാ ഇത് മൂക്കും സെക്കൻഡ് സ്റ്റഡി ഒന്നും കുത്താൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് സ്റ്റഡിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ ആദ്യമേ അത് കുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഡിഗ്രി ആണെന്ന് തോന്നുന്നു. പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത്, ഒരു വെക്കേഷൻ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ കണ്ണൂരാണ്, ഞാൻ ട്രിവാൻഡ്രമാണ്. അപ്പോൾ അവൾക്ക് വെക്കേഷൻ്റെ സമയത്ത് നാട് കാണിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹം, സെക്കൻഡ് സ്റ്റഡ് കുത്തണം, മൂക്കുത്തി കുത്തണം, ഇത് മൂന്നും കൂടി ഒരുമിച്ച് കുത്തണമെന്ന് വെച്ചിട്ടാണ് അവൾ അതും കൂടെ ഒരു എയിം വെച്ചിട്ട് അവൾ എൻ്റെ നാട്ടിലോട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ട്രെയിനിൽ ട്രിവാൻഡ്രത്തോട്ട് വരുവാണ്. അപ്പോൾ അവളിങ്ങനെ ട്രെയിനിൽ ഇരുന്ന് പറയുവാണ്, അവൾക്ക് മൂക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടൊക്കെ മൂക്ക് കുത്തിപ്പിക്കണം, കാരണം കൂട്ട് വേണമല്ലോ. രണ്ട് ചെവിയും മൂക്കും ഒക്കെ കുത്തിയിട്ടേ ഞാൻ ഈ നാട്ടിൽ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. വിക്രമാദിത്യൻ സിനിമ കുറച്ചായിട്ടുണ്ടാവും ഇറങ്ങിയിട്ട്. പ്രമോദിനെ ഏറ്റവും വിഷ്വലി കാണാൻ ഭംഗിയുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പുള്ളിക്കാരി അതിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവൾ കണ്ടോ ആ സിനിമയിൽ മൂക്ക് കുത്തിയിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയാവോ, മൂക്ക് കുത്തിയതിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് ജ്വലിച്ച് നിൽക്കണം. അപ്പം ഞാനിങ്ങനെ പതിയെ ഞാൻ മൂക്ക് കുത്താൻ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പതിയെ എനിക്ക് മൂക്ക് കുത്തി ഇത്ര ഭംഗി ഉണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മൂക്ക് കുത്തിയാൽ നല്ല രസമായിരിക്കും, എല്ലാവർക്കും മൂക്ക് കുത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പതിയെ ഒന്ന് കുത്തിയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാനും ഇങ്ങനെ കുത്തിയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ യാത്രയിൽ കംപ്ലീറ്റ് നന്ദപ്രമോദും മൂക്കുത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഞാൻ നാട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ മൂക്ക് കുത്തും എന്നുള്ളൊരു രീതിയിലായി ഞാൻ. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി. സ്റ്റഡ് അടിച്ച ഒരു കോൾഡ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് പോയത്. അവിടെ പിന്നീട് കുത്തും നമുക്കറിയില്ല. പോയപ്പോഴത്തേനും അവിടെ സ്റ്റഡ് അടിക്കും, നമുക്ക് ഗണ്ണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു പേടിയില്ല, നല്ല ഇൻട്രസ്റ്റോടുകൂടി അവൾ ഇരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഗണ്ണടിച്ചു, ഫസ്റ്റ് ചെവിയിൽ ഗണ്ണടിച്ചു. അപ്പോഴത്തേനും അവൾക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല, ഇതൊക്കെ നിസ്സാരം എന്നുള്ളൊരു രീതിക്ക് അവൾ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാനും വിചാരിച്ചു ഇത്രയും പെയിൻ ഇല്ലേ, നമ്മളൊക്കെ ഒരു സെക്കൻഡ് സ്റ്റഡ് കുത്തുന്ന സമയത്ത് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ, അവൾക്ക് അതൊന്നുമില്ല, അവളിങ്ങനെ ഇരിക്കുക. രണ്ടാമത്തെ ചെവിയിലും കുത്തിയ സമയത്തും അവൾക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല, കൂളായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് പെയിനേ ഇല്ല, എന്ത് കൂളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് മൂക്ക് കുത്തണമല്ലോ, അതാണല്ലോ നമ്മുടെ മെയിൻ എയിം. മൂക്ക് അവിടെ കുത്തത്തില്ലായിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു ബ്യൂട്ടി പാർലറിൽ കുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഇവള് പറഞ്ഞു, നീ ഫസ്റ്റ് മൂക്ക് കുത്ത്, ഞാൻ പിന്നെ കുത്താം, ഇപ്പം ചെവി കുത്തിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് നീ കുത്താൻ പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ധൈര്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ മൂക്കിലിങ്ങനെ നമ്മൾ ഡോട്ടൊക്കെ ഇടുമല്ലോ, പേര വെച്ചിട്ടൊന്ന് ഡോട്ടൊക്കെ ഇട്ട് മൂക്ക് അവർ സ്റ്റഡ് അടിച്ചു. അപ്പോഴത്തേനും എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. നമുക്ക് ചെവിയിൽ കുത്തുന്നത് പോലെയല്ല, മൂക്കിൽ കുത്തുമ്പോൾ കുറച്ചും കൂടി പെയിൻ കൂടുതലായിരിക്കും. എന്നാലും ഞാൻ കുഴപ്പമില്ലല്ലോ, ഒരു മൂക്കിലല്ലേ കുത്തിയുള്ളൂ. ഞാനിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഇനി നീ കുത്തുന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവളെ ഭാവമൊക്കെ മാറി, എനിക്കിനി കുത്താൻ പറ്റത്തില്ല, എനിക്ക് ഭയങ്കര പെയിനാ. അത്രയും അവളിങ്ങനെ കടിച്ച് അമർത്തി, എന്താ പറയുക, അതുവരെ ഭയങ്കര ധൈര്യശാലിയായിട്ട് എനിക്കൊരു പെയിനും ഇല്ലയെന്ന് പറഞ്ഞിട്ട് സഹിച്ചിരുന്നിട്ട് ഞാൻ മൂക്ക് കുത്തി കഴിയുമ്പോൾ എനിക്കിനി കുത്താൻ പറ്റത്തില്ല, എനിക്കിനി 2-3 ദിവസം കഴിഞ്ഞ് കുത്താൻ പറ്റത്തുള്ളൂ, ഞാൻ കുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെള്ളം വെക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു, അയ്യോ ഞാൻ മാത്രം ഇങ്ങനെ മൂക്ക് കുത്തിയിട്ട്. അത് എനിക്ക് കുത്തിയ സമയത്ത് എന്നെ കാണാനും ഒരു രസം ഉണ്ടായിരുന്നില്ല, വലിയ മൂക്കുത്തിയല്ല, അവർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന മൂക്കുത്തിയല്ലല്ലോ, കൺഷോട്ട് ആകുമ്പോൾ ആ മൂക്കുത്തിയല്ല. അപ്പോൾ എനിക്ക് കുത്തിയിട്ട് എനിക്ക് ഒട്ടും കൊള്ളത്തില്ല, എന്നെ കാണാനേ കൊള്ളത്തില്ല, എന്തിനോന്ന് ഞാൻ മൂക്ക് കുത്തിയത്, അയ്യോ മൂക്ക് കുത്തണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ എൻ്റെ മനസ്സ് ആകെ ഞാൻ മരവിച്ച് തളർന്ന ഒരവസ്ഥയിലായിപ്പോയി. പിന്നെ അവിടുന്ന് അവൾ പറഞ്ഞു, ഇല്ല അതൊക്കെ നല്ല ഭംഗിയുണ്ട്, കുത്തിയിട്ട് കൊള്ളാം. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് മൂക്ക് കുത്താൻ, എനിക്ക് ചെവി ഭയങ്കര പെയിനാന്നൊക്കെ പറഞ്ഞു. എന്നെ കുത്തിക്കാൻ വേണ്ടിയിട്ട് അവൾ അത്രയും നേരം വേദന കടിച്ചമർത്തി അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ മൂക്കൊക്കെ കുത്തി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും എൻ്റെ മൂക്ക് ചുവന്ന് ബഡ്ജ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി.
ഭയങ്കര പെയിനൊക്കെ ആയിട്ട് 2-3 ദിവസം കഴിയുന്തോറും മൂക്കിങ്ങനെ മൂക്കുത്തി കാണുന്നില്ല, എൻ്റെ ഉള്ളിലായിപ്പോയി മൂക്കിങ്ങനെ വീർത്തിരിക്കാൻ തുടങ്ങി. ചെറുതായിട്ടത് ഇൻഫെക്ഷൻ ആവാൻ തുടങ്ങി. കൂരിന്മേ കുരു വന്നു, പാമ്പ് കടിച്ചോ എൻ്റെ തലയിൽ എന്താ തേങ്ങ വീണെന്നോ അങ്ങനെ പറയുന്നത് പോലെ എനിക്ക് ജലദോഷമായി. അതുവരെ ഇല്ലാത്തൊരു ജലദോഷം വന്നു. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഞാനത് മറക്കത്തില്ല. ഒരു ഇൻസിഡൻറ്റ് ഇൻഫെക്ഷനായിട്ടേ നീരൊക്കെ വെച്ചിരിക്കുന്നത് എനിക്കിങ്ങനെ തുടയ്ക്കാനും പറ്റുന്നില്ല. മുക്കിന്നിങ്ങനെ വെള്ളം വരുമല്ലോ, മുക്കിന്ന് വെള്ളം വന്നിട്ട് അത് പറ്റുന്നുമില്ല. ആകെ ഞാൻ പെട്ടുപോയി. ഇൻഫെക്ഷൻ അങ്ങനെ മാറുന്നില്ല. ഞാൻ ഉപ്പിൻ്റെ വെള്ളം പിടിക്കുന്നുണ്ട്, ഉപ്പിട്ടിട്ട് എണ്ണയൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ടും അത് മാറാൻ നല്ലോണം ടൈം എടുത്തു. പിന്നെ ഞാൻ ഈ മൂക്കുത്തിയുടെ വലിയൊരു സൂചി പോലുള്ള സാധനം ഉണ്ടല്ലോ അകത്തുള്ള, അത് തട്ടി മൂക്ക് മുറിയാനും കൂടി തുടങ്ങി. പിന്നെ എങ്ങനെയെങ്കിലും മൂക്കുത്തി ഊരണം, അതായിരുന്നു എൻ്റെ ഗെയിം. പിന്നെ കഷ്ടപ്പെട്ട് ഞാനത് മൂക്കുത്തി വലിച്ചൂരി ഇതൊക്കെ കണ്ടുകൊണ്ട് അവൾ അവിടെ ഇരിക്കുക. എന്നിട്ട് അവൾ പറയാം, ഞാൻ കുത്താത്തത് ഭാഗ്യമായല്ലേ, ചെവി കുത്തിയിട്ട് വലിയ പ്രശ്നമല്ല, മൂക്കിപ്പോൾ ഇത്രയും പ്രശ്നമാണല്ലോ കുത്തിയിട്ടെന്ന്. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെയില്ല അത് വലിച്ചൂരി നമ്മൾ ഗോൾഡിൻ്റെ മൂക്കുത്തി ഇട്ടു. ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അത് മാറിയത്. ഫസ്റ്റ് ഞാനൊരു കുഞ്ഞു മൂക്കുത്തിയായിരുന്നു ഇട്ടത്. അത് കാണാനും പോലും ഇല്ല, കടുക് പണിയിൽ അത്ര കാണാനും കൂടിയില്ല. എൻ്റെ വലിയ ഫേസ് ആയതുകൊണ്ട് ആ ഒരു കുഞ്ഞു മൂക്കുത്തി എവിടെ കാണാനാണ്. അപ്പോൾ എനിക്ക് വലുതിടാനുള്ള കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡാണ് ഈ റിങ് പോലുള്ള റിങ് മൂക്കുത്തിയില്ലേ, അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത്. വിചാരിച്ചു ഇതൊക്കെ എനിക്ക് ചേരുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇട്ടപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. കുത്തികൾ മാറ്റി ഞാൻ മൂക്ക് കുത്തിയത് കണ്ടിട്ട് കുറേ പേര് കുത്തിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്ന അധികം മൂക്ക് കുത്തുന്നത് ഭയങ്കര ഒരു ട്രെൻഡൊന്നും ആവാത്തൊരു സമയമായിരുന്നു. എൻ്റെ ഫ്രണ്ട് ആ സമയത്തൊന്നും മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ് അവൾ മൂക്ക് കുത്തിയത്. ഇപ്പം അവൾ കുത്തിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ സഹനത്തിൻ്റെ ആ ഫലമാണ് എൻ്റെ മൂക്ക് കുത്തി. അത്യാവശ്യം കുറച്ച് മൂക്കുത്തി കളക്ഷനൊക്കെ എൻ്റെ കയ്യിലാണ് ഇപ്പോഴും ഉണ്ട്. എനിക്ക് പിന്നെ മാറ്റി ഇടാനായിട്ട് ഭയങ്കര മടിയായതുകൊണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈ മൂക്കുത്തിയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ മൂക്ക് കുത്താനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ മൂക്ക് കുത്താൻ ഒരു പ്ലാൻ ഇഷ്ടമാണ്, ഇനി മൂക്ക് കുത്തണം പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്, ഏതൊരു ഏജിലായിക്കോട്ടെ. ഏജ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ അല്ല നമ്മുടെ ആഗ്രഹങ്ങൾക്ക്. അപ്പം എൻ്റെ അമ്മ ലേറ്റ് 50s മൂക്ക് കുത്തിയത്. അമ്മയ്ക്ക് ഇപ്പോഴാണ് ആഗ്രഹം വന്നത് മൂക്ക് കുത്തണം എന്നുള്ളത്. നേരത്തെ എൻ്റെ അമ്മാമ്മയൊക്കെ പറയുമായിരുന്നു മൂക്ക് കുത്താം, പക്ഷെ അമ്മയ്ക്ക് ഇപ്പോഴാണ് ആ ഒരു ആഗ്രഹം തോന്നിയതും കുത്തിയതും. വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം മൂക്ക് കുത്തുക, ഗൺഷോട്ട് ചെയ്യാതിരിക്കുക, നോർമലി മാത്രം കുത്തുക. ആ സമയത്ത് ഒരു പെയിനേ ഉണ്ടാകത്തുള്ളൂ, പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെപ്പോലെ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ജലദോഷം വല്ലതും വന്നാൽ തീർന്നു കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.